ഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സ് ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണിത്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ചപ്പാത്തിയും എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓട്സ് ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് ഓട്സ് മാത്രം പോരാ, ഗോതമ്പ് പൊടി കൂടി വേണം. കാരണം നമ്മൾ ഓട്സ് വെച്ച് മാത്രം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്സിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്യുന്നവർക്കറിയാം, അതിനൊരു സ്റ്റിക്കി നേച്ചറാണ്. അതുകൊണ്ട് നമ്മൾ അത് മാത്രം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ശരിയായിട്ട് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പൊടിച്ച ഓട്സ് ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ഓട്സ് ആണ്. ഇതുപോലത്തെ പാക്കറ്റ് വരുന്ന വൈറ്റ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് 1 കപ്പ്. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി വേണം. പിന്നെ ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അളവിലേ മാവ് എടുത്തിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് അളവിലൊക്കെ മാറ്റം വരുത്തി ചെയ്യാം. നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് ഒരു ബൗളെടുക്കുക. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത് ഏകദേശം കണക്കാണ് പറയുന്നത്. നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ്ക്ക് പകരം ഓയിൽ എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് നേരിട്ട് മാവിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പം കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ഒക്കെ ആയിട്ട് കിട്ടും നമുക്ക് ഇതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റും മല്ലിയിലയും ഒന്നും ഇടാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കിട്ടും. ഒന്നും ഇടാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുളക് പൊടി ചേർക്കണ്ട. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ്. അഥവാ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാവ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുഴക്കാനെടുത്ത വെള്ളം സാധാരണ പച്ചവെള്ളമാണ്, ചൂടുവെള്ളം ഒന്നുമല്ല. നമ്മൾ ചൂടുവെള്ളത്തിൽ ചപ്പാത്തി കുഴച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ചപ്പാത്തി കുഴക്കുമ്പോൾ മാക്സിമം പച്ചവെള്ളം തന്നെ എടുക്കുക. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തിയെടുക്കുക. നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തത് പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്തിട്ടുണ്ട്. 6 ചപ്പാത്തി ഉണ്ട് ഇത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വയ്ക്കാം. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചപ്പാത്തി ഇട്ടെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് പൊങ്ങി വന്ന് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ഓട്സ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല.
കുറച്ച് പഞ്ചസാര ഇട്ട് ചുരുട്ടി കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ഫുഡാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.